ഹായ് ഹലോ ഐ ആം നില. കുറച്ച് ടിഷ്യൂ പേപ്പറും അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം നൂലും ഉണ്ടോ എങ്കിലും എടുത്തിട്ട് പോലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഈസി ഫ്ലവർ ഉണ്ടാക്കാം. ഈ ഒരു ഫ്ലവറിന്റെ കഥ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ അത്ര ചെറുപ്പത്തിലൊന്നല്ല, ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം മുതലേ ഞാൻ ഉണ്ടാക്കി വരുന്ന ഒരു ഫ്ലവറാണിത്. നമ്മൾ ചില കല്യാണ വീട്ടിലൊക്കെ പോയാൽ അവിടെ കൈയ്യൊക്കെ കഴിഞ്ഞാൽ തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ ഇട്ടൂലേ, അവിടെ നിന്ന് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ ചാമ്പിക്കൊണ്ടുവരും. എന്നിട്ട് ഇത് വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു തുടക്കം. ഇപ്പൊ ഞാൻ കാശ് എടുത്ത് വാങ്ങിയതാണ്, എന്നാലും അന്നത്തെ മറക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഫ്ലവർ എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ഫ്ലവർ ആണെങ്കിലും ഉമ്മക്ക് ഇഷ്ടമാണ്. ഇപ്പം തന്നെ ഞാൻ കുറച്ച് കുട്ടി പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ പെയിന്റിങ്സ് ഇന്റെ ഉമ്മക്ക് കാണിച്ചു കൊടുത്താൽ ഉമ്മന്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആ നേരം കൊണ്ടൊക്കെ കുറച്ച് പൂക്കൾ ഉണ്ടാക്കി കൂടെ എന്നാണ്. ഇന്റെ ഉമ്മക്ക് ഈ എസ്തെറ്റിക് ഒന്നും ഇറങ്ങാത്തതുകൊണ്ട് ഇമ്മക്ക് നല്ല കളർഫുൾ തന്നെ ആയിട്ടുള്ള പൂക്കൾ വേണം. അതുകൊണ്ട് തന്നെ കളർഫുൾ ആയിട്ടുള്ളതേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ എസ്തെറ്റിക് ആയിട്ട് ഉണ്ടാക്കിയാൽ അതൊന്നും ഉമ്മ ഇത് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് ചോദിക്കും. ഞാൻ എന്റെ അമ്മനെ കുറ്റം പറയല്ലോ കേട്ടോ, എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ഇത് എന്തൊക്കെ ഉണ്ടാക്കി വെച്ച് എസ്തെറ്റിക്കോ ക്യൂട്ട്നെസ്സോ ഇതൊക്കെ എന്താ സാധനം, നല്ല കളർഫുൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കും. ഞാൻ എങ്ങാനും ഉമ്മന്റെ കൂടെ പോയിട്ട് ഏതെങ്കിലും ക്രാഫ്റ്റ് ഷോപ്പ് കയറിയാൽ അപ്പം അത് പൂക്കൾ ഉണ്ടാക്കണം, അത് വാങ്ങിച്ചോ, ഇത് പൂക്കൾ ഉണ്ടാക്കണം, ഇത് വാങ്ങിച്ചോ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പാവാണ്, നമുക്ക് കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഏത് ചെറിയ മക്കൾക്കും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നിങ്ങളുടെ അമ്മമാരുടെയും ഉമ്മമാരുടെയും എല്ലാ മനസ്സ് നിങ്ങൾക്ക് കവരാം. ഈ കളർഫുൾ വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ കളർഫുൾ കിട്ടാനുണ്ടല്ലോ, അതങ്ങോട്ട് വാങ്ങിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയാലും മതി. പക്ഷെ ഇത് പേപ്പറിൽ ഉണ്ടാക്കിയാൽ അത്ര സക്സസ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ടിഷ്യൂവിൽ മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ പേപ്പറിലും കൂടി ഒന്ന് പരീക്ഷിക്കാൻ റെഡിയാണ്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ടീച്ചൊന്നുമില്ല, കുറച്ച് മടക്കാനും കെട്ടാനും ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഈ ഭാഗം തികച്ചും ഓപ്ഷനിലാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ വയറ്റിൽ വെച്ച് നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം.